നമസ്കാരം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ തന്നെ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ഇവരുടെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ടുകളുമായി പുറത്തുവരുന്നത്. ഇത് നടത്തുന്നത് ആരോപണമാണ് എന്നാണ് പറയുന്നത്. ഈ പ്രധാന ആരോപണം ഉന്നയിക്കുന്നതോ മകൻ യായിറാണ്. യായിർ നെതന്യാഹു അത്യാവശ്യം അവിടെയൊക്കെ തന്നെ വളരെയധികം പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ യായിറിനെ കുറിച്ച് പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും തന്നെ അറസ്റ്റ് നടപടികളിലൂടെ തന്നെ മറ്റും വേട്ടയാടുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ച പ്രധാന വാക്കുകളിൽ പറയുന്ന ഒരു കാര്യം. ഇസ്രായേലിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടയിൽ തന്നെയാണ് യായിർ ഗുരുതര ആരോപണവുമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് യായിർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ തന്നെ പറയുന്നത്. കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. എന്നാൽ ഷിൻ ബെത്തും സൈന്യവും ചേർന്ന് അത്തരമൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല എന്നും യായിർ പറയുന്നുണ്ട്. 1960കളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ളത്. തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻ ബെത്ത് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ഇന്റലിജൻസ് ഓഫീസർമാർക്കും ഹമാസിനേക്കാളും ദുരിതം സൃഷ്ടിക്കുന്നത് ഷിൻ ബെത്ത് ആണെന്നും യായിർ പറയുന്നു. യായിർ തുടരുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ തന്നെയാണ് IDF ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തതെന്നാണ് ഷിൻ ബെത്ത് തന്നെ പറയുന്നത്. ഗസയിലെ ഡോക്ടറായ ഡോക്ടർ മെൽഗലെയെയും നിരവധി ഭീകരവാദികളെയും തന്നെ ജയിലിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടയാണെന്നും അദ്ദേഹം തന്നെ ആരോപിച്ചു. ഒക്ടോബർ 7 നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഹമാസ് നേതാവ് ഷിൻ ബെത്തിന് വിവരം നൽകിയതായുള്ള തന്റെ മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുമുണ്ട്. യായിർ ഏറ്റുപിടിക്കുന്നുണ്ട്. ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇവർക്ക് സിൻവർ തന്നെ നൽകിയ വിവരമെന്നായിരുന്നു വെളിപ്പെടുത്തലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇസ്രായേലിലെ തന്നെ ജയിലുകളിൽ അപകടകാരികളായ ആളുകളുണ്ടെന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ ഉപയോഗിച്ച് തങ്ങളുടെ മോചനത്തിനു വേണ്ടി ഇവർ വിലപേശുകയാണെന്നും യായിർ ആരോപിക്കുന്നു. ദി ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി ഫോറം ഉൾപ്പെടെ നടത്തുന്ന ക്യാമ്പയിനുകൾ ഒരുപാട് പരിക്കുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് യായിർ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് അടുത്തിടെയായി തന്നെ ഉയർന്നു വരുന്നത്. അതീവ രഹസ്യങ്ങൾ ചോർന്നതായുള്ള ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഇതിലൊന്നായി പറയുന്നത്. നെതന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെഡ്സ്റ്റൈൽ ആണ് വിവരങ്ങൾ ചോർത്തിയത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രി ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ രഹസ്യ വീഡിയോ ഉപയോഗിച്ച് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും ബ്ലാക്ക്മെയിൽ ചെയ്തെല്ലാം തന്നെ വെളിപ്പെടുത്തലുകൾ വന്നത് അടുത്ത ദിവസങ്ങളിലാണ്. ഇതിനിടയിലാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കുന്നത് എന്ന് പറയാം. വരും ദിവസങ്ങളിൽ തന്നെ ഇതിനിടയിൽ പ്രതിരോധ മന്ത്രിയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നെതന്യാഹുവിന്റെ വിവാദത്തിൽ നടുവിൽ നിൽക്കുമ്പോഴാണ് മകൻ സുരക്ഷാ ഏജൻസിക്കെതിരെ ഗുരുതര ആരോപണവുമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നത് ബങ്കറിലെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചാണ് നടത്തുന്നതെന്നുമായിരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഉണ്ടായതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങളൊക്കെ ചേരാറുള്ളതെന്ന് പറയുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നും ജെറുസലം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസിലുണ്ടാകുമ്പോൾ ഭൂരിഭാഗം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് എന്ന് കഴിയുന്നതെന്നും വിവരത്തിൽ പറയുന്നു. ഇവിടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്.